മസ്കറ്റിൽ സമാപിച്ച ഗൾഫ് രാജ്യങ്ങളിലെ ഭാവി കാലാവസ്ഥാ വ്യതിയാന മാനേജ്മെന്റും സാമ്പത്തിക വികസനവും എന്ന വിഷയത്തിലുള്ള GCC രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ യോഗത്തിലാണ് നിർണായക പ്രഖ്യാപനം. ഗൾഫ് ഡെവലപ്മെന്റ് ഫോറവുമായി സഹകരിച്ച് ഒമാൻ എക്കണോമിക് അസോസിയേഷനാണ് ദ്വിദിന യോഗം സംഘടിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന താപനില, ജലക്ഷാമം, സമുദ്രനിരപ്പ് ഉയരൽ എന്നിങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. മാത്രമല്ല, ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഗൾഫ് മേഖലയിലെ താപനില 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കടുത്ത വരൾച്ചയും പൊടിക്കാറ്റും അടക്കമുള്ള വെല്ലുവിളികൾ ഇതോടെ രൂക്ഷമാകുമെന്നും യോഗം വിലയിരുത്തി. ഇതിനെയെല്ലാം പ്രതിരോധിക്കുകയാണ് പുതിയ തീരുമാനത്തിന്റെ ലക്ഷ്യം. ആഗോള എണ്ണയുടെ 25% ഉൽപ്പാദിപ്പിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ വൻതോതിൽ കാർബൺ പുറന്തള്ളുന്നുണ്ട്. 2022 ആഗോള കാർബൺ ബഹിർഗമനത്തിന്റെ 4% GCC രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. $100 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ പദ്ധതി GCC രാജ്യങ്ങൾക്ക് നിർണായകമാകുമെന്ന് ഒമാൻ എക്കണോമിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ ഖാലിദ് ബിൻ സയ്യിദ് അൽ അമരി യോഗത്തിൽ പറഞ്ഞു. GCC രാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജ പരിസ്ഥിതി വിദഗ്ധരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.